അസ്സലാമു അലൈക്കും. ഇന്നു ഞാൻ വന്നിരിക്കുന്നത് ഓവൻ ഇല്ലാതെ ഒരു മിക്സിയുടെ ജാർ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വാനില ടീ കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ആദ്യം നമുക്ക് ഒരു സോസ് പാൻ എടുത്ത് അതിലേക്ക് 1/2 കപ്പ് പാലൊഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 40 ഗ്രാം ബട്ടർ ചേർത്തെടുത്ത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. കൂടെ 1/2 കപ്പും 2 ടേബിൾ സ്പൂണും പഞ്ചസാരയും കൂടി ചേർക്കാം. ഇനി ഇതൊരു 2-3 മിനിറ്റ് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മറ്റൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്തെടുക്കാം. ഒരു അരിപ്പയിലേക്ക് നമുക്ക് 1 കപ്പ് മൈദ ചേർത്തെടുക്കാം. ഇനി 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് നന്നായി ഒന്ന് അരിച്ചെടുത്ത് മുട്ടയുടെ മിക്സിയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്കൊരു സ്പാച്ചില ഉപയോഗിച്ച് കട്ടകളൊന്നുമില്ലാതെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ തിളപ്പിച്ച് വെച്ചിട്ടുള്ള മിൽക്ക് മിക്സ് ചൂടോടെ തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു കേക്ക് ടിന്നിലേക്ക് മാറ്റി കൊടുക്കാം. ഞാൻ ഈ കേക്ക് ടിന്നിൽ കുറച്ച് ബട്ടർ തടവി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് തട്ടിക്കൊടുത്ത് ഇതിലെ എയർ ബബിൾസൊക്കെ ഒന്ന് മാറ്റിക്കൊടുക്കാം. ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഈ പാത്രം ഞാനൊരു 10 മിനിറ്റ് ഒന്ന് ചൂടാക്കി വെച്ചിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് കേക്ക് ടിന്ന് ഇറക്കി വെച്ച് കൊടുത്ത് മൂടി കൊണ്ട് അടച്ച് ഒരു 20-25 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. 20 മിനിറ്റിന് ശേഷം അല്ലാതെ ഇത് തുറന്ന് നോക്കരുത്. അപ്പോൾ ഞാനിതൊരു 25 മിനിറ്റിന് ശേഷം ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. കേക്ക് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു സ്ക്യൂർ ഉപയോഗിച്ച് ഒന്ന് കുത്തി നോക്കാം. നല്ല ക്ലിയർ ആയി തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ പാത്രത്തിൽ നിന്നും മാറ്റി വെക്കാം. കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടാണുള്ളത്. ഇനി ഇത് നമുക്ക് ചൂടാറിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ കേക്ക് നല്ല പോലെ ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഇത് ഞാൻ നിങ്ങൾക്ക് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഈ കേക്ക് കഴിക്കാൻ തന്നെ വളരെ ടേസ്റ്റിയാണ്. ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കുക.